13 വയസ്സ് ഒരാൾ മരിക്കേണ്ട പ്രായമല്ല എന്ന് കരുതി ആ പ്രായത്തിൽ ആരും മരിക്കുന്നില്ല എന്നൊന്നുമല്ല കേട്ടോ. പക്ഷേ ഈ 13കാരൻ ഈ ലോകത്തോട് വിട പറയേണ്ടി വന്നത് അത് കടുത്ത അനാസ്ഥയുടെ, ഒന്നും രണ്ടും അല്ല, ഒരുപാട് വർഷങ്ങൾ നീണ്ടു നിന്ന ഉത്തരവാദിത്വമില്ലായ്മയുടെ മാത്രം ഇരയായിട്ടാണ് ആ കുഞ്ഞി ലോകത്തോട് വിട പറഞ്ഞത്. മിഥുൻ എന്ന തേവലക്കരയിലെ സ്കൂൾ വിദ്യാർത്ഥിയെക്കുറിച്ചാണ് പറയുന്നത്. ഈ സംഭവം അറിഞ്ഞിട്ടില്ലാത്ത ആളുകൾ വളരെ കുറവായിരിക്കും, എങ്കിലും പറയുകയാണ്. തേവലക്കര ഹൈസ്കൂളിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി ആ സ്കൂളിലെ സൈക്കിൾ ഷെഡിന് മുകളിലൂടെ ഒരു ഇലക്ട്രിക് ലൈൻ പാസ് ചെയ്ത് പോകുന്നുണ്ട്. ഈ കുട്ടിയുടെ കൂട്ടുകാരിൽ ഒരാളുടെ ചെരുപ്പ് ഷെഡിന് മുകളിൽ വരികയും ഈ ഷെഡ് കയറിയിട്ട് ആ കുട്ടിയെ ചെരുപ്പ് എടുക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നതിനിടയിൽ ഇലക്ട്രിക് ലൈനുമായിട്ട് സ്പർശിക്കുന്നൊരു സാഹചര്യം ഉണ്ടായി. വീഴാൻ പോയപ്പോൾ പിടിച്ചതോ മറ്റോ ആണ്. എന്തായാലും അങ്ങനെ ആ കുട്ടി ഈ ലോകത്തോട് വിട പറഞ്ഞു. ഒറ്റയടിക്ക് കേൾക്കുമ്പോൾ ആ കുട്ടി എന്തിനാണ് അങ്ങനെ വലിഞ്ഞു കയറാൻ പോയത്? അവിടെ ചെന്ന് ആ ഇലക്ട്രിക് ലൈനിൽ പിടിക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു? ഇത് ഒന്നുമില്ലെങ്കിൽ ഹൈസ്കൂളിൽ പഠിക്കുന്ന കുട്ടിയല്ലേ എന്നൊക്കെ ആ കുട്ടിയുടെ ഭാഗത്തല്ലേ പ്രശ്നമെന്ന് ചിന്തിക്കാൻ തോന്നിയേക്കും. പക്ഷേ ഒരു തരത്തിലും ഇത് ആ കുട്ടിയെ കുറ്റം പറയാൻ പറ്റുന്ന സാഹചര്യമല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ കുട്ടിയുടെ മരണത്തിന് ഒരുപാട് ഉത്തരവാദികളുണ്ട്. ആ കുട്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ട് ആ സ്കൂളിലെ പ്രധാന അധ്യാപിക, KSEB, ഇങ്ങനെ കുറേ ആളുകളിൽ കുറ്റം ചാർത്തപ്പെടുകയും അതുമായി ബന്ധപ്പെട്ട നടപടികൾ അവർ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ അവർ മാത്രമൊന്നും അല്ലെന്നേ, ഒരുപാട് പേര് ഒരു പക്ഷേ തേവലക്കര ഗ്രാമത്തിൽ ഈ പറയുന്ന സ്കൂളിൻ്റെ പരിസരത്ത് കൂടി നടന്നു പോയിട്ടുള്ള ഈ ലൈൻ കമ്പി ഇങ്ങനെ നിൽക്കുന്നത് കണ്ട് നിശബ്ദരായിരുന്ന ഓരോ നാട്ടുകാരും ഇതിന് ഉത്തരവാദികളാണ്. ഒരു പക്ഷേ ഭാഗ്യം കൊണ്ട് മാത്രം നമ്മുടെയൊക്കെ പല സ്കൂളുകളിലും രക്ഷപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്ന കുട്ടികളുണ്ട്. അത്തരം സാഹചര്യങ്ങൾ മനസ്സിലാക്കിയിട്ടും എന്താ നമ്മുടെ നാട്ടിലെ സിസ്റ്റമൊക്കെ എന്തിങ്ങനെ എന്ന് മാത്രം സ്വയം പരിതപിച്ചുകൊണ്ട് നടന്നു പോകുന്ന ഓരോ ആളുകളും ഒരു പൊട്ടൻഷ്യൽ കൊലപാതകി തന്നെയാണ്. നമുക്ക് ആ സ്കൂളിലെ ആ ഒരു സിറ്റുവേഷൻ ഒന്ന് നോക്കാം. അതായത് സ്കൂളിനോട് ചേർന്ന് ഒരു സൈക്കിൾ ഷെഡ് അവർ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു സൈക്കിൾ ഷെഡ് വെക്കുക എന്ന് പറയുന്നത് അതിനങ്ങനെ ഒരു വലിയ പെർമിഷൻ എടുക്കേണ്ട സാഹചര്യം ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം അത് വാർക്കുകയോ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. മാത്രമല്ല കുട്ടികൾക്ക് സൈക്കിൾ കയറ്റി വെക്കാനും മഴ വരുമ്പോൾ കയറി നിൽക്കാനും പറ്റുന്ന ഒരു സ്ഥലം എന്നുള്ള രീതിയിൽ നമുക്കതിനെ നോക്കി കാണാൻ പറ്റും. പക്ഷേ ഈ പറയുന്ന സൈക്കിൾ ഷെഡിന് മുകളിലൂടെ വളരെ ക്ലോസ് ആയിട്ട് അതിൻ്റെ മുകളിൽ ഈവൻ ആ ഷെഡ് പണിയാൻ വേണ്ടിയിട്ടോ അതിൻ്റെ അറ്റകുറ്റപ്പണിക്ക് ഒരു പണിക്കാരൻ അതിൻ്റെ മുകളിൽ കയറി അയാൾക്ക് പോലും ഷോക്ക് അടിക്കാൻ സാധ്യതയുള്ള അത്രയും താഴ്ചയിലാണ് ഈ പറയുന്ന ഇലക്ട്രിക് ലൈൻ, ഇത്രയും പവറുള്ള ഇലക്ട്രിക് ലൈൻ കടന്നു പോകുന്നത്. അപ്പോൾ നമ്മൾ വിചാരിക്കും KSEBക്കാരൊക്കെ പല ന്യൂസ് ചാനലിലും ബൈറ്റൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു, അത് സ്കൂൾ അധികൃതരുടെ പ്രശ്നമാണ്, ഞങ്ങളുടെ ഭാഗത്ത് യാതൊരു മിസ്റ്റേക്കും ഇല്ല എന്നൊക്കെ. 8 വർഷം മുമ്പ് ഈ സ്കൂളിൻ്റെ പേര് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ 8 വർഷം മുമ്പ് ഒരാൾ ഈ സ്കൂളിൻ്റെ ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ 8 വർഷം മുമ്പുള്ള ഫോട്ടോ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും അവിടെ ഈ സൈക്കിൾ ഷെഡും കാണാൻ പറ്റും. അതിൻ്റെ മുകളിലൂടെ വളഞ്ഞ് ഒരു വഞ്ചിയുടെ ഷേപ്പിൽ കിടക്കുന്ന ഈ ഇലക്ട്രിക് ലൈന് കാണാൻ പറ്റും. സോ കഴിഞ്ഞ 8 വർഷമായിട്ട് ഏറ്റവും മിനിമം ആ അവസ്ഥ അങ്ങനെ തന്നെയുണ്ട്. പിന്നെ ഷെഡിന് മുകളിൽ ഒരു ചെരുപ്പ് തെറിച്ച് വീണപ്പോൾ ഒരു കുട്ടി അതെടുക്കാൻ കയറുക എന്ന് പറയുന്നത് ഇന്ന് ആദ്യമായിട്ട് സംഭവിച്ച കാര്യമല്ല. അങ്ങനെ ആദ്യമായിട്ടാണ് സംഭവിച്ചെങ്കിൽ ആ കുട്ടികൾ ഇതെങ്ങനെ എടുക്കാൻ പറ്റും എന്നുള്ള ഐഡിയ ഒക്കെ നോക്കി ഒരു കമ്പിട്ട് ആദ്യം കുത്തി ചിലപ്പോൾ എറിഞ്ഞിടാൻ പറ്റുമോ നോക്കും. ഇങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ നോക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ആ കുട്ടി യാതൊരു സംശയമില്ലാതെ അവൻ്റെ ഡെസ്കുകൾ അടുപ്പിച്ചിട്ട് അതിൻ്റെ മുകളിലൊരു കസേരയും വെച്ച് ആ ഷെഡിന് മുകളിലേക്ക് കയറി. അപ്പോൾ അത് പല വിദ്യാർത്ഥികളും ഒരു പക്ഷേ ചെയ്യുന്ന കാര്യമായിരുന്നിരിക്കാം. ഇവർ പലകയൊക്കെ വെച്ചാണ് അത് അടിച്ച് ഉറപ്പിച്ച് വെച്ചിരുന്നതെന്ന് പറയുന്നത്. കുട്ടിക്ക് ക്ലാസ് മുറിയിൽ നിന്ന് ഈ ഷെഡിലേക്ക് കയറാൻ വേണ്ടി, ഈ ഷെഡിൻ്റെ ടോപ്പിലേക്ക് കയറാൻ വേണ്ടിയിട്ടുള്ള ഭാഗം അവർ അടച്ചു വെച്ചിരുന്നു എന്നൊക്കെയാണ് പറയുന്നത്. ഹൈസ്കൂളിൽ പഠിക്കുന്ന പിള്ളേരുടെ അടുത്ത് നിങ്ങൾ ആണിയും പലകയും വെച്ച് ഇങ്ങനെ മറ ഉണ്ടാക്കി വെച്ചിട്ട് അതുകൊണ്ടെല്ലാം ശരിയാവും എന്നൊന്നും വിചാരിക്കരുത്. സോ അപ്പം ഇതിനു മുമ്പും കുട്ടികൾ അങ്ങനെ പല കാര്യങ്ങളും എടുക്കാൻ വേണ്ടി അവിടെ കയറിയിട്ടുണ്ടാകും. കുട്ടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്തെങ്കിലുമൊക്കെ കളിക്കും. ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ ചെരുപ്പ് കൊണ്ട് ഫുട്ബോൾ കളിക്കുക, അല്ലെങ്കിൽ ഡസ്റ്റർ വെച്ച് ഏറുപന്ത് കളിക്കുക എന്ന് പറയുന്ന പോലത്തെ കാര്യങ്ങൾ ചെയ്തു തന്നിരിക്കും. അപ്പോൾ അത് അവിടെ ചെന്ന് പെടുകയും അവർ സാധാരണ പോലെ കയറി എടുക്കുകയും ചെയ്യുന്നുണ്ടാവും. ഇന്ന് വരെ അപകടം പറ്റിയില്ല, അതുകൊണ്ട് നമ്മൾ അറിഞ്ഞില്ല. ഇന്നൊരു അപകടം പറ്റിയപ്പോൾ ആർക്ക് പോയി? തുർക്കിയിൽ വീട്ടുജോലി ചെയ്യുമായിരുന്നു ഈ കുട്ടിയുടെ അമ്മ. അവരിടുന്ന എഫേർട്ട് ആലോചിച്ചു. അവരവരുടെ ജീവിതത്തിൽ ഇടുന്ന എഫേർട്ട്, ഈ കുട്ടിക്ക് വേണ്ടി ഇടുന്ന എഫേർട്ട്, ജീവിതത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ അറിയുകയും അനുഭവിക്കുകയും ചെയ്ത് എങ്ങനെ മുന്നോട്ട് പോകേണ്ട ഒരു കുട്ടിയായിരുന്നു അത്. നമ്മുടെ 15-ലോ 16-ലോ 18-ലോ 20-ലോ 30-ലോ ഒക്കെ നമ്മൾ കണ്ടിട്ടുള്ള അനുഭവിച്ചിട്ടുള്ള ജീവിതത്തിൻ്റെ സന്തോഷവും കയ്പും ഒക്കെ നിറഞ്ഞിട്ടുള്ള ഒരുപാട് അനുഭവങ്ങളിലൂടെ പാസ് ചെയ്ത് പോകേണ്ട ഒരു കുട്ടി 13-ാമത്തെ വയസ്സിൽ ശ്രദ്ധക്കുറവുകൊണ്ട് ഇല്ലാണ്ടായിപ്പോയി. സോ 8 വർഷം മുമ്പ് ഇങ്ങനൊരു സൈക്കിൾ ഷെഡ് അവിടെ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ അതിൽ നടന്നു പോകുന്ന എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാകും. ആ ഷെഡിലേക്കാണല്ലോ ഇതിങ്ങനെ തൂങ്ങി നിൽക്കുന്നത്. മാത്രമല്ല കേരളത്തിലെ നിലവിലെ അവസ്ഥ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിശക്തമായ കാറ്റും അതിശക്തമായ മഴയൊക്കെ ഇപ്പോൾ നമ്മൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനൊരു സാഹചര്യത്തിൽ ഇത്രയും പവറുള്ള ഇലക്ട്രിക് ലൈൻ കുട്ടികൾ ഒത്തുകൂടുന്ന, ഒരു കുട്ടിയുടെ കാര്യമൊന്നുമല്ല പറയുന്നത്, ഒന്നിലധികം കുട്ടികൾ ഒത്തുകൂടുകയും കളിക്കുകയും ഒക്കെ ചെയ്യുന്ന, അവർ വരികയും പോവുകയും ചെയ്യുന്ന സൈക്കിൾ ഷെഡ് എന്ന് പറയുമ്പോൾ ആരും കയറാത്തൊരു സ്ഥലമൊന്നുമല്ലല്ലോ, കുട്ടികളൊക്കെ സൈക്കിൾ കൊണ്ട് വെക്കില്ലേ. അപ്പോൾ അങ്ങനെ ഒരു സ്ഥലത്തിന് മുകളിലൂടെ ഇത്രയും പവറിലൊരു ഇലക്ട്രിക് ലൈൻ പാസ് ചെയ്ത് പോകുന്നു എന്ന് പറയുമ്പോൾ അത് വളരെ സുരക്ഷിതമായ അവസ്ഥയിൽ അത് ഏതൊരു സാഹചര്യത്തിലും വീഴാത്ത രീതിയിൽ നമുക്ക് കവർ ചെയ്യാൻ പറ്റും എന്നൊരു ഉറപ്പ് അവിടെ വേണം. അങ്ങനെ ഒരു ലൈൻ അത് പണ്ട് വലിച്ചതാണ്
എടുക്കുകയാണെങ്കിൽ ഒന്നത് കൃത്യമായ അറ്റകുറ്റപ്പണികൾ നടത്തണം. അല്ലെങ്കിൽ ഇനി വരാൻ സാധ്യതയുള്ള ഒരു അപകടത്തിനെ മുന്നിൽ കണ്ടുകൊണ്ട് അതവർ അവിടുന്ന് വിച്ഛേദിക്കുകയോ മറ്റേതെങ്കിലും ഒരു രീതിയിൽ ഈ പറയുന്ന ഏത് ബിൽഡിങ്ങിലേക്കാണെങ്കിലും ആ കണക്ഷൻ മാറ്റി കൊടുക്കുകയും ചെയ്യണമായിരുന്നു. KSEBക്ക് അവിടെ ഒന്നും നഷ്ടപ്പെടാനില്ല. കാരണം വൈദ്യുത മന്ത്രിയുടെ മകൻ അവിടെ പഠിക്കുന്നില്ല, അവൻ ഇടയ്ക്കിടയ്ക്ക് ആ ഷെഡിൻ്റെ മുകളിൽ കയറുന്നില്ല. KSEBയിലെ എഞ്ചിനീയർമാരുടെ മക്കളാരും അവിടെ കയറി ഇതുപോലെ ചെരുപ്പെടുക്കാനോ ബാറ്റോ ബോളോ എടുക്കാനോ വേണ്ടിയിട്ട് ഷെഡിൻ്റെ മുകളിൽ കയറുന്നത് KSEBയിലെ ഉദ്യോഗസ്ഥരാരും കാണുന്നില്ല. അങ്ങനൊരു സാഹചര്യം വരുമ്പോഴാണ് ഈ പറയുന്ന ഒരു മാറ്റം ഉണ്ടാവുക. അല്ലാത്ത പക്ഷം ആരെങ്കിലുമൊക്കെ മരിക്കട്ടെ, ഒരു രക്തസാക്ഷി ഉണ്ടാവട്ടെ, എന്നിട്ട് നമുക്ക് കാര്യങ്ങളൊക്കെ നന്നായി നോക്കാം എന്ന് പറയുന്ന കടുത്ത അനാസ്ഥയാണ്. 8 വർഷം മുമ്പത്തെ ഫോട്ടോ ഞാൻ കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ ആ സ്കൂളിൻ്റെ ഫുൾ പേര് അതൊക്കെ ഒന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ്, അത് ഗവൺമെൻറ് സ്കൂളാണോ അല്ലയോ എന്നൊക്കെ ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ഫോട്ടോ എടുത്ത് നോക്കിയത്. അപ്പോഴും ആ ലൈൻ അതുപോലെ ഉണ്ട് അവിടെ. അതായത് ഇപ്പോൾ ഈ മരിച്ച കുട്ടിയുണ്ടല്ലോ, അവൻ 1ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അവനുള്ള മരണക്കിണി അവരവിടെ ഒരുക്കി വെച്ചിരിക്കുക. അവനവിടെ കയറുന്നത് വരെ അതവിടെ ഉണ്ടായിരുന്നു സുരക്ഷിതമായിട്ട്. KSEBയുടെ ലൈനൊക്കെ വലിച്ചിരിക്കുന്ന ഒരു സ്ഥലത്ത് എന്തെങ്കിലും ഒരു നിർമ്മാണ പ്രവർത്തനം നടത്തുകയോ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴേക്കും നോട്ടീസും മറ്റും അച്ചടിച്ചുകൊണ്ട് വരുന്ന ഉദ്യോഗസ്ഥരൊക്കെ എവിടെ? ഇതൊരു സ്കൂളാണ്, കുട്ടികളുടെ ജീവനാണ്, സ്റ്റേറ്റിൻ്റെ സംരക്ഷണയിലുള്ള കുട്ടികളുടെ ജീവനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വിഷയമാണ്. KSEBക്ക് മാറി നിൽക്കാൻ പറ്റില്ല. മറ്റൊന്ന്, ഈ സ്കൂളിലെ PT ആണ്. ഇങ്ങനൊരു നിർമ്മാണം അവിടെ നടന്നു. ആ നിർമ്മാണം നടക്കുന്നതിന് മുമ്പേ ഇങ്ങനെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു അവസ്ഥയിൽ ഒരു ഇലക്ട്രിക് ലൈൻ ഇങ്ങനെ പാസ് ചെയ്ത് പോകുന്നുണ്ട്. അത് വളഞ്ഞാണ് നിൽക്കുന്നത്. എങ്ങാനും ഒരു മഴയോ ഒരു കാറ്റോ വന്ന് ഇതെങ്ങാനും വീഴുകയോ അങ്ങനെ എന്തെങ്കിലും ഒരു സാഹചര്യം ഉണ്ടാവുകയോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികളുടെ ജീവൻ. അതുകൊണ്ട് KSEB എത്രയും പെട്ടെന്ന് ആ ലൈൻ ഈ സ്കൂളിലെ ഈ പറയുന്ന ഗ്രൗണ്ടിന് ക്രോസ് ചെയ്ത് പോകുന്ന സാഹചര്യം ഒഴിവാക്കി തരണം, അത് ചുറ്റി മറ്റേതെങ്കിലും ഒരു രീതിയിലാക്കണം എന്ന് പറഞ്ഞുകൊണ്ടൊരു നിവേദനം സമർപ്പിക്കുക. അവരതുമായി ബന്ധപ്പെട്ട് KSEB നടപടി എടുക്കുന്നില്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട മന്ത്രിമാരിലേക്ക് പോവുക, MLAമാർ MP മാർ, എത്രയോ ആളുകളുണ്ട്. ഞാൻ പറയുന്നത് കഴിഞ്ഞ 8 വർഷത്തെ കാര്യം മാത്രം എടുത്ത് നോക്കൂ. ഇത്രയും കാലത്തിനിടയ്ക്ക് ഒരാൾക്ക് പോലും അത് ഡേഞ്ചറാണെന്ന് തോന്നിയിട്ടേ ഇല്ല. ഇങ്ങനൊരു സൈക്കിൾ ഷെഡ് വരുന്നു. നിങ്ങൾ ആ സൈക്കിൾ ഷെഡിൻ്റെ ഫോട്ടോസോ വീഡിയോസോ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ ആലോചിക്കുന്നത് എന്തിനാണ് ഒരു സൈക്കിൾ ഷെഡിന് ഇത്രയും ഹൈറ്റ് എന്നാണ്. അവിടെ കയറി നിൽക്കുന്ന കുട്ടികളുടെ ഹൈറ്റ് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. മാത്രമല്ല അവിടെ സ്ഥിരമായിട്ട് ആളുകൾ നിൽക്കുന്നൊന്നുമില്ലല്ലോ. ഇങ്ങനെ ഒരു ഇലക്ട്രിക് ലൈൻ അവിടെ ഉണ്ടായിരുന്നു ഈ സൈക്കിൾ ഷെഡ് പണിയുന്ന സമയത്ത്. അപ്പോൾ അത് കുറച്ചും കൂടി ഒന്ന് ഹൈറ്റ് കുറച്ച്, കുട്ടികളുള്ള സ്ഥലമല്ലേ, കുട്ടികൾ ഓടും ചാടും കയറും, അതൊക്കെ അവരുടെ സ്വഭാവത്തിലുള്ളതാണ്. ഇപ്പോൾ ഇത് മാത്രമല്ല, അതിൻ്റെ മുകളിൽ എന്തെങ്കിലും ഒരു സാധനം പെട്ടു, അപ്പോൾ ഒരു വടി കൊണ്ട് കുത്തിയിടാനാണ് നോക്കുന്നത്. ഇങ്ങനെ കയറാനുള്ള സാഹചര്യം ഇല്ലെങ്കിൽ അവർ വടി കൊണ്ട് കുത്തിയിടാൻ നോക്കും. ചിലപ്പോൾ ഒരു സൈക്കിൾ ബാക്കോട്ട് ഇറക്കി നിർത്തിയിട്ട് ഷെഡിൻ്റെ മുകളിൽ വലിഞ്ഞു കയറാൻ നോക്കും. അപ്പോഴും കൈ തട്ടാനോ ഒക്കെയുള്ള സാധ്യതകളില്ലേ? ഈ സാധ്യതകളെക്കുറിച്ച് ഇത്രയും കാലത്തിനിടയ്ക്ക് ഒരച്ഛനും അമ്മയും കൺസേൺഡ് ആയിരുന്നില്ല എന്നുള്ളതാണ് മിഥുൻ്റെ അമ്മ സുജ ഇന്ന് കരയുന്നതിൻ്റെ കാരണം. നമ്മൾ എത്ര പേര്, ഇത് വെറുതെ ആലോചിക്കാൻ വേണ്ടിയിട്ട് ചോദിക്കുകയാണ്, നിങ്ങളിൽ എത്ര പേർ നിങ്ങളുടെ മക്കൾ പഠിക്കുന്ന സ്കൂളിന് ചുറ്റും ഒരു വട്ടമെങ്കിലും നടന്നു നോക്കിയിട്ടുണ്ട്? ആ സ്കൂളിന് ചുറ്റും എന്തൊക്കെ നിർമ്മിതികളാണുള്ളത്? അവിടെ വല്ല കുളമുണ്ടോ, പൊട്ടക്കിണറുണ്ടോ, കുണ്ടും കുഴിയുണ്ടോ, പാമ്പും മറ്റ് ജീവികളൊക്കെ വന്നിരിക്കാനുള്ള സാഹചര്യങ്ങളുണ്ടോ? കുട്ടികൾ കളിക്കാൻ വേണ്ടിയും മറ്റ് പല കാര്യങ്ങൾക്കും വേണ്ടിയും പോകുന്നതാണ്. ഈ സ്കൂളിലേക്ക് കയറാനും സ്കൂളിൽ നിന്ന് ചാടിപ്പോകാനും ഒക്കെയുള്ള മറ്റു മാർഗ്ഗങ്ങൾ എന്തൊക്കെയാണ്? ചുമ്മാ ഒന്ന് നടന്നു നോക്കണമെന്നേ. ഒരു ബിൽഡിംഗ് അല്ലേ, നിങ്ങൾ ഫീസ് കൊടുത്ത് പിള്ളേരെ പഠിപ്പിക്കുന്നതല്ലേ? എത്ര പേര് ഇതുപോലെ സ്കൂളിന് ചുറ്റും നടന്നു നോക്കിയിട്ടുണ്ട്? നമുക്ക് ഇതിൽ അധ്യാപകരെ മറ്റൊക്കെ കുറ്റപ്പെടുത്താനുണ്ട്, അതൊക്കെ നമുക്ക് പറയാം. അവരുടെയൊക്കെ ഭാഗത്ത് വൻ വീഴ്ചയാണ് സംഭവിച്ചിട്ടുള്ളത്. പക്ഷേ രക്ഷിതാക്കളുടെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ച കൂടി പറഞ്ഞേ പറ്റൂ. പല കാര്യങ്ങളും പ്ലാൻ ചെയ്യും. ഇതുപോലെ PTA മീറ്റിംഗ് ഒക്കെ വിളിക്കുമ്പോൾ വെറുതെ പോയി ഇരിക്കുകയും അല്ലെങ്കിൽ അതിനെന്തെങ്കിലും ഫണ്ട് ഉണ്ടെങ്കിൽ അതിലേക്ക് പൈസ കൊടുത്തിട്ട് ഓടിപ്പോവുകയും ചെയ്യുന്ന രക്ഷിതാക്കളാണ് അധികം ഉള്ളത്. സ്കൂളിന് ചുറ്റുമൊക്കെ നടന്നു നോക്കണം, കുട്ടികൾ അപകടത്തിൽപ്പെടാനുള്ള സാധ്യതകളുണ്ടോ, അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു വിദൂര സാധ്യതയുണ്ടെങ്കിൽ അത് അധ്യാപകരുടെയും മറ്റ് അധികൃതരുടെയും ഒക്കെ ശ്രദ്ധയിൽപ്പെടുത്തുകയും അതിന് മാറ്റം കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുകയും വേണം. അപ്പോഴാണല്ലോ ഒരു അസോസിയേഷൻ എന്നൊക്കെ പറയുമ്പോൾ അതിനൊരു ഗുണമുള്ളത്. അങ്ങനെ നോക്കുമ്പോൾ നിർഗുണ PTA എന്ന് പറയുന്നത് ഇവിടെ ഒരു വലിയ വില്ലനായിരുന്നു. അടുത്തത് ഹെഡ് മിസ്ട്രസിൻ്റെ ഭാഗത്തു നിന്നുള്ള വീഴ്ചയാണ്. മിഥുൻ എന്ന് പറയുന്ന കുട്ടി ഇന്ന് ആദ്യമായിട്ടല്ല അതിൻ്റെ മുകളിൽ വലിഞ്ഞു കയറുന്നുണ്ടാവുക. മിഥുൻ എന്നല്ല, വേറെയും കുട്ടികൾ അവിടെ കയറിയിട്ടുണ്ടാവും. കുട്ടികളല്ലേ, കളിക്കുകയും എറിയുകയും ഒക്കെ ചെയ്യും. അതിൽ പലതും അവിടെയൊക്കെ ചെന്ന് പെട്ടേക്കും. അപ്പോൾ വലിഞ്ഞു കയറാൻ പറ്റുന്ന പിള്ളേരാണെന്നുണ്ടെങ്കിൽ അവർ കയറും. നിങ്ങൾ ആ കുട്ടി, എനിക്കത് പറയുമ്പോൾ എങ്ങനെ ആ വാക്ക് പറയണമെന്ന് അറിയില്ല, അവൻ മരണത്തിലേക്ക് നടന്നു പോകുന്നത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അവൻ ഇതിനു മുമ്പ് അത് ചെയ്തിട്ടുള്ള പോലെ. അപ്പം അവന് മുമ്പ് എത്ര കുട്ടികൾ അത് ചെയ്തിട്ടുണ്ടാവും? അങ്ങനെ എന്തെങ്കിലും ഒരു വിദൂര സാഹചര്യമുണ്ട് എന്ന് മനസ്സിലാക്കുമ്പോൾ അതിനെ പൂർണ്ണമായും ഇല്ലാതാക്കാൻ, അറ്റ്ലീസ്റ്റ് ആ അപകടം ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള എന്താണ് അവിടെ ചെയ്തിരുന്നത്? ഒരു പലക കഷ്ണം വെച്ച് അടിച്ചുറപ്പിച്ച് ആ വഴി അടച്ചു വെച്ചിരുന്നോ? നിങ്ങൾ ആരുടെ മുമ്പിലാണ് ഈ വഴി അടയ്ക്കാൻ നോക്കുന്നത്? LKG LP സ്കൂളിലും പഠിക്കുന്ന പിള്ളേർ വലിഞ്ഞു കയറും, അപ്പോഴാണ് ഹൈസ്കൂളിൽ പഠിക്കുന്ന പിള്ളേർ. അപ്പോൾ അവിടെ വേണ്ടിയിരുന്നത് അങ്ങനെ അവർ കയറുന്ന സാഹചര്യത്തിലും ഈ ഷോക്ക് ഏൽക്കാനുള്ള സാധ്യത ഒഴിവാക്കുക എന്നുള്ളതായിരുന്നു. മാത്രമല്ല, ഇത്രയും ശക്തമായ വൈദ്യുത പ്രവാഹമുള്ളൊരു ലൈനൊക്കെ ഉണ്ടാകുമ്പോൾ കുട്ടികൾക്ക് കൊടുക്കേണ്ട ഒരു ബോധവൽക്കരണം ഉണ്ടായിരുന്നു. അതവർ കൊടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് അറിയില്ല. ഇനിയിപ്പോൾ അവർ എക്സ്പ്ലനേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് ചിലപ്പോൾ മുന്നോട്ട് വന്നേക്കാം. പക്ഷേ അത് നടന്നിട്ടുണ്ടായിരുന്നെങ്കിലും അവൻ അത്രയും വലിയൊരു റിസ്ക് എടുക്കില്ലായിരുന്നു. ഇതെന്താണെന്നറിയോ, കുട്ടികൾക്ക് അറിയില്ല ഈ ഇലക്ട്രിസിറ്റിയുടെ പവർ എന്താണെന്നുള്ളത്. ഒരു ബാറ്ററിയിൽ 2 വയർ കണക്ട് ചെയ്ത് ഒരു LED ബൾബ് കണക്ട് ചെയ്താൽ ലൈറ്റ് കത്തുമെന്ന് പറയുന്നത് പോലെ തന്നെയാണ് സ്വിച്ച് ഇട്ടാൽ കത്തുന്ന ബൾബിനെയും കുട്ടികൾ നോക്കുക. ഞാൻ ചെയ്തിട്ടുണ്ട്.
ഞാൻ 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് 2 വയറെടുത്ത് പ്ലഗിൽ കണക്ട് ചെയ്ത് നമ്മൾ ഹോൾഡറിൽ വെക്കുന്ന ബൾബില്ലേ അതിൻ്റെ 2 അറ്റത്തും കൂട്ടിമുട്ടിച്ച് കഴിഞ്ഞാൽ ലൈറ്റ് കത്തുമെന്ന് വിചാരിച്ച് കൂട്ടിമുട്ടിച്ച് നോക്കിയിട്ടുണ്ട്. അന്ന് വീട്ടിലെ മുഴുവൻ കറണ്ട് ഡ്രിപ്പായി പോയി. അതുകൊണ്ട് ഞാനിപ്പോൾ ജീവനോടെ ഇരിക്കുന്നു. പക്ഷേ അതിന് ശേഷം എനിക്ക് മനസ്സിലായി ഞാൻ ബാറ്ററി വെച്ച് കളിക്കുന്ന കറണ്ടല്ല ഈ പുറത്തുകൂടി ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. ഈ കുട്ടി ഒരിക്കലും വൈദ്യുതിയെ പിടിക്കാൻ വേണ്ടി പോയതല്ല, മറ്റൊരു കാര്യത്തിന് പോയപ്പോൾ അറിയാതെ പറ്റിപ്പോയതാണ്. ആ അറിയാതെയും അപകടം പറ്റാനുള്ള സാധ്യതകളെ മനസ്സിലാക്കണ്ടേ? അല്ലാതെ ഇതിപ്പോൾ ആരെങ്കിലും ചൂണ്ടിക്കാണിക്കുന്ന സമയത്തും ഇവിടെ ഇങ്ങനൊരു പ്രശ്നം ഉണ്ടല്ലേ, നമുക്ക് നോക്കാം, നമുക്ക് അടുത്ത PTA മീറ്റിങ്ങിന് അവതരിപ്പിക്കാം, അല്ലെങ്കിൽ അടുത്ത മാനേജ്മെൻറ്റ് മീറ്റിങ്ങിന് ഞാനിതൊന്ന് പറയാം എന്നൊക്കെ പറഞ്ഞു പോകുന്നതിനപ്പുറത്തേക്ക് അവിടെ നിന്ന് ഈ കാര്യത്തിനൊരു മാറ്റം കൊണ്ടുവരാൻ വീണ്ടും പറയുന്നത് 8 വർഷം മുമ്പ് ഇത് അവിടെ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോഴാണ് എനിക്കിത് വളരെ മോശമായിട്ട് തോന്നിയത്. ടീച്ചേഴ്സ് ഈ കുട്ടികളെ ഈ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിക്കുന്നതിൽ പരാജയപ്പെട്ടു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. അതുപോലെ തന്നെ അവിടെ ഒരു നിർമ്മിതി ഉണ്ടാകുന്നുണ്ടെങ്കിൽ, അവിടെ ഇപ്പോൾ ഒരു ഷെഡ് പണിതു, അതിപ്പോൾ വാർത്തിട്ടാണെങ്കിലും അല്ലെങ്കിലും അവിടുത്തെ ഒരു പഞ്ചായത്ത് ഒരു സമിതി ഉണ്ടാവും. അവരിത് വന്ന് കാണേണ്ടതല്ലേ, അവരിത് ചെക്ക് ചെയ്യേണ്ടതല്ലേ? ഇങ്ങനൊരു നിർമ്മാണം അവിടെ നടക്കുമ്പോൾ അവരുടെ പെർമിഷൻ വേണോ വേണ്ടയോ എന്നുള്ളതല്ല, ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ എന്നുള്ള നിലയ്ക്ക് ഇങ്ങനൊരു അപകട സാധ്യത അവിടെ ഉണ്ട് എന്ന് ഇതൊക്കെ ഒറ്റ നോട്ടത്തിൽ കാണാൻ പറ്റുന്നല്ലേ? അതല്ലേ ഏറ്റവും വലിയ പ്രശ്നം. ശരിയാണ്, പിള്ളേർ പോകാനുള്ള വഴി നമുക്ക് അവിടെ നടക്കാം. പിള്ളേർ ഏതെങ്കിലും വഴി നുഴഞ്ഞു കയറും, അല്ലെങ്കിൽ വലിഞ്ഞു കയറുമ്പോഴും അപകടം ഉണ്ടാകാനുള്ള സാധ്യത കുറച്ചെടുക്കുക എന്നുള്ളതാണല്ലോ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ചെയ്യേണ്ടത്. അത് മാത്രമല്ല, അതിലെ നടന്നു പോയിട്ടുള്ള ആളുകളും എത്രയോ വട്ടം ചിലപ്പോൾ ചിന്തിച്ചിട്ടുണ്ടാവും. അങ്ങനെ കളക്റ്റീവായിട്ടുള്ള ഒരു സിസ്റ്റത്തിൻ്റെ തോൽവിയാണ് ഇന്ന് ആ കുട്ടിയുടെ മരണത്തിൽ അവസാനിച്ചത്. അങ്ങനെയുള്ള നിരവധി തോൽവികൾ നമ്മുടെ നാട്ടിൽ അവിടെ ഇവിടെയായിട്ട് ഇഷ്ടം പോലെ ഉണ്ടാവും. പക്ഷെ അവിടെ ഒന്നും രക്തസാക്ഷി ഉണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ അറിയാത്തത്. എന്തായാലും ഈ ഒരു സംഭവത്തിന് ശേഷം അത്തരം പ്രവർത്തനങ്ങൾ, ഇങ്ങനെയുള്ള സുരക്ഷാ ഭീഷണികൾ ഉണ്ടോ എന്നുള്ള ഒരു ചർച്ചയും അതുപോലെ അന്വേഷണമൊക്കെ പലയിടത്തും നടക്കുന്നുണ്ടാവും. നല്ല കാര്യം. അങ്ങനെയുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ അത് അധികൃതരോട് പറഞ്ഞിട്ട് മാറ്റം ഉണ്ടാവുന്നില്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഒക്കെ ഇല്ലേ, ഇത്രയും മാധ്യമ സ്ഥാപനങ്ങളില്ലേ, അവരുടെയൊക്കെ ശ്രദ്ധയിൽപ്പെടുത്താൻ ശ്രമിച്ചുകൂടെ? എന്തെങ്കിലും ഒരു മാറ്റം അറ്റ്ലീസ്റ്റ് നാട്ടുകാരെങ്കിലും, ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും വർത്താനം പറഞ്ഞിരുന്ന അവരെന്താ അവിടെ ഇരിക്കുന്നത് എന്ന് ചിന്തിക്കുന്നവർക്ക് അവിടെ ഇത്രയും പവറുള്ള ലൈൻ കമ്പി പിള്ളേരുടെ ഇത്രയും ക്ലോസ് ആയിട്ട് പാസ് ചെയ്തുകൊണ്ടല്ലോ എന്ന് ചിന്തിക്കാൻ പറ്റാഞ്ഞത് എന്തുകൊണ്ടാണ്? ആൻഡ് ഇന്നത്തെ സ്റ്റാർ ഓഫ് ദ ഷോ എന്നൊക്കെ പറയുന്നത് മാധ്യമപ്രവർത്തകരാണ്. ഇതിനു മുമ്പ് മാധ്യമപ്രവർത്തകർ പല ക്രൈസിസ് ഉണ്ടായ സിറ്റുവേഷനിൽ നടത്തിയിട്ടുള്ള സ്തുത്യർഹമായിട്ടുള്ള പ്രവർത്തനങ്ങളുണ്ട്. അതിനൊക്കെ ഞാൻ അഭിനന്ദിക്കുകയാണ്. അതൊക്കെ നല്ല കാര്യമാണ്. അതുപോലെ ചില സമയത്ത് വളരെ മോശമായി ഡീൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ഏറ്റവും വേഴ്സ്റ്റ് കാഴ്ചകൾ കണ്ടത് മിഥുൻ്റെ സംസ്കാര ചടങ്ങുകളുടെ സമയത്താണ്. അതിൽ ഇവർ കുട്ടികളോട് കാണിച്ച അനീതിയാണ്. ആ വിദ്യാർത്ഥിയുടെ കൂടെ പഠിച്ച കുട്ടികൾ, ആ കുട്ടികളെ ആ ക്ലാസ് റൂമിൽ കൊണ്ടുപോയി ഇരുത്തി എന്താണ് സംഭവിച്ചത് എന്ന് ആവർത്തിച്ച് ചോദിച്ച്, കുട്ടികൾ ഒരു പ്രാവശ്യം പറഞ്ഞ കാര്യം തന്നെ വീണ്ടും ചോദിച്ച്, അന്നത്തെ ആ ഒരു സംഭവം എന്തായിരുന്നു എന്ന് വീണ്ടും കുട്ടികളെ ഓർമ്മിപ്പിച്ച് വർണ്ണിപ്പിച്ച്, നീയൊക്കെ എന്ത് തേങ്ങയാണ് അതിൽ നിന്ന് നേടാൻ ശ്രമിക്കുന്നത് എന്നുള്ളത് എനിക്ക് മനസ്സിലായില്ല എന്നാണ് പറയാൻ തോന്നുന്നത്. അത്രയധികം എനിക്ക് ആത്മരോഷം തോന്നിയ സീനാണത്. ഈ സംഭവമായിട്ട് ബന്ധപ്പെട്ട് ഇത് നേരിട്ട് കണ്ടിട്ടുള്ള ഇതിൻ്റെ ഭാഗമായിട്ടുള്ള മുഴുവൻ കുട്ടികളെയും കൗൺസിൽ ചെയ്യേണ്ടതാണ്. അവരൊക്കെയും ഒരു എക്സ്പീരിയൻസ്ഡ് ട്രെയിൻഡ് പ്രൊഫഷണലിൻ്റെ സഹായം തേടേണ്ടതാണ്. ഇപ്പോൾ പ്രത്യക്ഷത്തിൽ നമുക്കൊന്നും മനസ്സിലാവില്ല. നാളെ ഒരു 10, 20, 30 വർഷങ്ങൾക്ക് ശേഷം അവരിൽ ഉണ്ടാവാൻ പോകുന്ന ഒരു വലിയ പ്രത്യാഘാതത്തിന് അതിനിതൊരു കാരണമായിരിക്കും, ഒരു തുടക്കമായിരിക്കും. അങ്ങനെയുള്ള കുട്ടികളെയാണ് ഒരു മരണം മുന്നിൽ കണ്ടിട്ടുള്ള 10, 13 വയസ്സുള്ള 12 വയസ്സുള്ള പിള്ളേരെയൊക്കെ അതേ സിറ്റുവേഷനിൽ കൊണ്ടുപോയി ഇരുത്തിയിട്ട് മക്കൾ പറ എന്താ പറ്റിയത്, എന്നിട്ട് നിങ്ങൾ വിളിച്ചായിരുന്നോ, നിങ്ങൾ വലിച്ചായിരുന്നോ, പിടിച്ചായിരുന്നോ എന്നൊക്കെ ചോദിക്കുന്നത്. ഇതൊക്കെ പോട്ടെ, ആ മരിച്ചുപോയ കുട്ടിയുടെ സ്കൂൾ പുസ്തകം, അവൻ്റെ സ്കൂളിലെ നോട്ട് പുസ്തകത്തിലെ അവൻ്റെ പടം വരകളെല്ലാം വളരെയധികം ആവേശത്തിൽ, ആക്രാന്തത്തിൽ തിരിച്ചും മറിച്ചു നോക്കുന്ന മാധ്യമപ്രവർത്തകരെ കണ്ടു. ഇതിനേക്കാളൊക്കെ ഏറ്റവും മോശമായിട്ടുള്ള കാര്യം, തുർക്കിയിൽ ഒരു വീട്ടുജോലി ചെയ്യായിരുന്ന ഒരു സ്ത്രീയാണ്. അവർ ഈ പറയുന്ന ക്യാമറയോ ആളുകളോ ഇതിനുകൊണ്ടൊന്നും ഫെമിലിയർ ആയിട്ടുള്ള ആളല്ല. സ്വന്തം മകൻ മരിച്ചു എന്നറിഞ്ഞ്, ആ കുഞ്ഞ് മരിച്ചു എന്നറിഞ്ഞിട്ട് എത്ര സമയമായി. ആരെയെങ്കിലും ഒരാളെ, പരിചയമുള്ള ഒരാളെയെങ്കിലും കണ്ട് ഒന്ന് കെട്ടിപ്പിടിച്ച് അലറിക്കരയണം എന്ന് ആഗ്രഹിച്ച് വരുന്ന ഒരു സ്ത്രീയുടെ മുമ്പിൽ അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്ത രീതിയിൽ അവരുടെ വാഹനത്തിന് വളഞ്ഞ് അവർക്ക് സുരക്ഷ ഒരുക്കാൻ പോലീസുകാർ വരേണ്ട ഒരു സാഹചര്യത്തിലേക്ക് എത്തിച്ച് അതിനെ ഇങ്ങനെ ഡീൽ ചെയ്ത മാധ്യമപ്രവർത്തകരോട് അവരവരുടെ കുഞ്ഞിൻ്റെ അടുത്തേക്ക് എത്താനുള്ള സമയത്തിന് നിങ്ങൾ ബ്ലോക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർ ആ ഫ്ലൈറ്റിൽ ഇരുന്നത് ഏതൊരു മാനസികാവസ്ഥയിലായിരിക്കും എന്ന് ആലോചിച്ച് നോക്കണം. അതിനൊക്കെ ഒരു കോമൺ സെൻസ് വേണ്ടേ? അത് മുഴുവൻ ലൈവായിട്ട് നിങ്ങൾ ഒരു മാധ്യമ സ്ഥാപനത്തിൻ്റെ വീഡിയോ ക്ലിപ്പ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാക്കി എല്ലാ മാധ്യമപ്രവർത്തകരും വൃത്തികേട് കാണിക്കുന്നത് കാണാൻ പറ്റും. ആ സ്ത്രീ അവരുടെ വീട്ടിലേക്കുള്ള വഴി നടന്നു വരുന്ന സമയത്ത് അവർക്ക് മുന്നേ നടന്ന് നേരെ ഓപ്പോസിറ്റ് തിരിഞ്ഞ് മാക്സിമം വിഷ്വൽ കവർ ചെയ്യാൻ വേണ്ടി ഈ ആത്മാർത്ഥമായ പരിശ്രമം നടത്തുന്ന മാധ്യമപ്രവർത്തകർക്ക് സത്യത്തിൽ നമ്മൾ അവാർഡ് കൊടുക്കണമെന്ന് തോന്നിപ്പോൾ. ഇപ്പോൾ 24-നെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാക്കിയുള്ളവരെല്ലാവരെയും കാണാം. റിപ്പോർട്ടറിനെ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് ബാക്കിയുള്ളവരുടെ വൃത്തികേട് കാണാം. കാരണം ഒരാളുടെ ക്യാമറയിൽ എന്തായാലും അവർ പതിയില്ലല്ലോ. എല്ലാവരും കാണിച്ചത് മഹാവൃത്തികേടായിപ്പോയി. മാധ്യമ സ്ഥാപനങ്ങൾ എവിടെയാണ്, എങ്ങനെയാണ് ലിമിറ്റ് ചെയ്യേണ്ടത് എന്ന്
സ്വന്തം തൊഴിലാളികൾക്ക് പറഞ്ഞു കൊടുക്കണം. പക്ഷേ മിക്കവാറും അവർക്കൊക്കെ കൊടുത്തിട്ടുണ്ടാവാൻ സാധ്യതയുള്ള ട്രെയിനിങ്, അവർക്ക് കിട്ടിയിട്ടുള്ള നിർദ്ദേശം മാക്സിമം കിട്ടണം. മക്കളെ, ഇതാണ് ഇന്ന് കേരളത്തിൻ്റെ കണ്ണീർ കഥ. അതുകൊണ്ട് മാക്സിമം എടുത്തോണം. അവർ കരയുന്ന ഒരു ഷോട്ട് പോലും നമുക്ക് മിസ്സാവരുത്. അത് വെച്ചിട്ട് വേണം, ഇത് ദൃശ്യങ്ങൾ ആദ്യം നമുക്ക് കിട്ടിയെന്നൊക്കെ പറഞ്ഞ് വെച്ചിട്ട് വേണം നമുക്ക് മാക്സിമം TRP ഉണ്ടാക്കാൻ എന്ന് ചിന്തിക്കുന്ന ഏറ്റവും വൃത്തികെട്ട മാധ്യമ സംസ്കാരമാണ് ആ മരണ വീട്ടിൽ കണ്ടത്. നിങ്ങൾക്ക് എവിടെയെങ്കിലും ഒരു മൂലയ്ക്ക് നിന്നിട്ട് ഇതൊക്കെ ഷൂട്ട് ചെയ്താൽ പോരെ? ഈ ക്യാമറ എന്ന് പറയുന്ന സാധനം ഒരുപാട് സൂം ചെയ്യാൻ പറ്റുന്നതല്ലേ. ഞാനും ആ ക്യാമറയൊക്കെ പൊക്കി പിടിച്ച് നടന്നിട്ടുള്ള ആളാണ്. പക്ഷേ പറ്റൂല, നമുക്ക് ക്ലോസ് വേണം. നമ്മളാണ് ഫസ്റ്റ് കാണേണ്ടത്, വേറെ ആരും ആദ്യം കാണാൻ പാടില്ല. മറ്റേ തിയേറ്ററിൽ ടിക്കറ്റ് എടുക്കുമ്പോൾ ഏറ്റവും ഫ്രണ്ടിൽ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ എല്ലാവരെക്കാളും മുമ്പ് നമുക്ക് സിനിമ കാണാമല്ലോ എന്ന് പറയുന്ന ലോജിക്കാം. ഏറ്റവും ആദ്യം നമ്മൾ കവർ ചെയ്യണം, വേറെ ആർക്കും കിട്ടാത്ത വിഷ്വൽ നമുക്ക് വേണം. അങ്ങനെ തേവലക്കരയിലെ മിഥുൻ യാത്രയാവുമ്പോൾ നമ്മളും നമുക്ക് ചുറ്റുമുള്ള ഒരുപാട് ആളുകൾ, സിസ്റ്റം ഇതൊന്നും തിരിച്ചറിയാതെ പോകുന്ന കുറേ കാര്യങ്ങൾ ഇനിയെങ്കിലും തിരിച്ചറിഞ്ഞിരുന്നെങ്കിൽ, ഇനിയെങ്കിലും മാറിയിരുന്നെങ്കിൽ, ഇനിയെങ്കിലും ഒരല്പം ബുദ്ധിപരമായി സംസ്കാരത്തോടെ കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു ശ്രമം ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു എന്നുള്ള ഓർമ്മപ്പെടുത്തലുകൾ നൽകുന്നുണ്ട്. ഇതിൻ്റെ എല്ലാ ഇടയിൽ ആ കുഞ്ഞിൻ്റെ ചിത കത്തുന്ന സമയത്ത് അത് സൂം ചെയ്ത് ആ ചിത എരിഞ്ഞില്ലാതാവുന്നത് ലൈവ് കൊടുക്കാൻ സാധിച്ച മാധ്യമപ്രവർത്തകരെ, ഈ TRP ഒക്കെ നിങ്ങൾ എവിടെ കൊണ്ട് തീർക്കുമെന്ന് എനിക്കറിയില്ല. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. Share it.